നമ്മോടൊപ്പം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ സ്വർണ്ണ വ്യാപാരി ശ്രീ അരുൺ മാർക്കോസ് കൂടെ ചേരുന്നുണ്ട്. ശ്രീ അരുൺ മാർക്കോസ്, കേരളത്തിൽ സ്വർണ്ണവിലയിൽ വലിയ ചാഞ്ചാട്ടം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടിരുന്നു. പക്ഷേ വലിയൊരു കുറവ് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി. അതായത് ഉപഭോക്താക്കൾക്ക് ആശ്വസിക്കാൻ പറ്റുന്ന ഒരു റേറ്റിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ 1,00,000-ന് മുകളിൽ തന്നെ സ്വർണ്ണവില അങ്ങോട്ടും ഇങ്ങോട്ടും നിലനിൽക്കുകയാണ്. പക്ഷേ ഇന്ന് വലിയൊരു മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. ഏകദേശം 2,100 രൂപയുടെ വർധനവാണ് ഇന്ന് രാവിലെയും ഉച്ചയ്ക്ക് ശേഷമായി ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ശരിക്കും സ്വർണ്ണ വ്യാപാരത്തെ സംബന്ധിച്ചിടത്തോളം നല്ല കാലമാണോ? സ്വർണ്ണ വ്യാപാരം പൊതുവെ മന്ദഗതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ യുദ്ധം ആരംഭിച്ചപ്പോൾ മുതൽ സ്വർണ്ണവില ഏറ്റക്കുറച്ചിലുകൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചാഞ്ചാട്ടത്തിൽ ഏറ്റവും കൂടുതൽ വില കുറയുന്ന ഒരു ട്രെൻഡാണ് മിക്കവാറും ദിവസങ്ങളിൽ കണ്ടിരുന്നതും. പക്ഷേ ഇപ്പോ ഇറാന്റെ ഓയിൽ, ക്രൂഡ് ഓയിലിന്റെ 12% വില ഇടിയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് വില കുറയുന്ന തരത്തിൽ, വില കൂടുന്ന തരത്തിലേക്ക് 2 തവണയായി വലിയൊരു മാറ്റം ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നത്. ഈ സ്ഥിതിവിശേഷവും ആളുകളിൽ വീണ്ടും ആശങ്കകൾക്കൊക്കെ വഴിവെക്കുമെന്നതാണ് പ്രധാന കാര്യം. എന്താണെങ്കിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്വർണ്ണ വ്യാപാര മേഖലയിൽ ഒക്കെ ചെറിയ മാറ്റങ്ങൾ, ചില ബിസിനസ് വർധനമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം സീസൺ ആയിരുന്നു, കല്യാണ സീസൺ ആയിരുന്നു, അക്ഷയ തൃതീയ ആയിരുന്നു. ഇതെല്ലാം കൂടെ ആയിട്ട് ബിസിനസ് വർദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ വീണ്ടും ഈ ഒരു ചേഞ്ച് എങ്ങനെ പ്രതിഫലിക്കുമെന്ന് ഇതുവരെ വ്യക്തമല്ല. കാരണം ഇന്നിപ്പോ വില 2 തവണ കൂടിയിട്ടുണ്ട് എങ്കിലും അത് വീണ്ടും കുറയുന്ന ട്രെൻഡിലേക്ക് തന്നെ പോകാൻ ഉള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല. ഈ യുദ്ധം അവസാനിക്കുന്ന തരത്തിലോ ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥയിലേക്കൊക്കെ എത്തുകയാണെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ വിലയൊന്ന് പിടിയാവുകയോ ആളുകൾക്ക് കൃത്യമായി വില മനസ്സിലാക്കി തന്നെ വാങ്ങുന്നതിനും കൂടുതൽ ആളുകളെ ഇതിലേക്ക് ആകർഷിക്കാനായിട്ടും സാധിക്കുകയുള്ളൂ എന്നാണ് നമ്മൾ മാർക്കറ്റ് സൈഡിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഈ ജനുവരി മാസത്തിൽ റെക്കോർഡ് നിലവാരത്തിലേക്ക് എത്തിയ സ്വർണ്ണവില പിന്നീടുള്ള മാസങ്ങളിലൊക്കെ വലിയ ചാഞ്ചാട്ടങ്ങൾ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഈ ഏപ്രിൽ മാർച്ച് മാസത്തിലൊക്കെ മറ്റൊരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം തന്നെ ഒന്നിൽ കൂടുതൽ തവണ, അതായത് 3 തവണ 4 തവണയൊക്കെ വിലയിൽ മാറ്റം സംഭവിക്കുന്ന ഒരു പ്രവണത കണ്ടു. പക്ഷേ ഏപ്രിൽ മാസത്തിന്റെ ഒരു പകുതിയോടെ അത് നിലച്ചു. ഒരു തവണ മാത്രം മാറുന്ന ഒരു രീതിയായിരുന്നു കണ്ടിരുന്നത്. ശരിക്കും പറഞ്ഞാൽ കുറച്ചു കാലം അല്ലെങ്കിൽ കുറച്ച് സമയത്തിൽ ഇത്തരത്തിൽ വലിയ മാറ്റങ്ങൾ രേഖപ്പെടുത്തുകയും അതിനുശേഷം ഒരു തവണ മാറുകയും ചെയ്യുന്നത് വ്യാപാരത്തെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ? കാരണം വാങ്ങാൻ വരുന്നവർക്ക് സംശയമുണ്ട്, ചിലപ്പോൾ ഉച്ച കഴിഞ്ഞ് കുറഞ്ഞാലോ എന്ന ചോദ്യമാണ് ഇവർ പലപ്പോഴും ഉന്നയിക്കുന്നത്. അല്ല, ആളുകൾ ഇപ്പോ ഈ ഒരു ദിവസം ഒന്നിലധികം തവണ വില വ്യത്യാസം വരുന്നതിനോട് യൂസ്ഡ് ആയിരിക്കുകയാണ്. ഒരു ദിവസം ഒന്നിലധികം തവണ വില കൂടുന്നതും ഒന്നിലധികം തവണ വില കുറയുന്നതും ഒക്കെ ഇപ്പൊ ആളുകൾ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ മാർക്കറ്റിൽ സ്വർണ്ണ വിപണിയിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്ന് ജനങ്ങൾ മനസ്സിലാക്കി. പക്ഷെ ഇതിന്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഈ വില 1,00,000-ന് മുകളിലൊക്കെ നിൽക്കുമ്പോൾ ആളുകൾ ഈ സാധാരണക്കാരന് അവരുടേതായ ഡെയിലി നീഡ്സ് മീറ്റ് ചെയ്യാൻ തന്നെ പലപ്പോഴും ഈ സ്വർണത്തിന് വില വർധനവ് മാത്രമല്ല, അവശ്യ സാധനങ്ങളുടെ ക്രമാതീതമായ വില വർധനവ്, ഈ ക്രൂഡ് ഓയിൽ വില വർധനവിനോടൊപ്പം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ തന്നെ ജനങ്ങളെ വലിയ തോതിൽ ബാധിക്കുക. ഇന്നിപ്പോ ഹോട്ടൽ തൊഴിലാളികൾ, അതായത് ഹോട്ടലുകളൊക്കെ അടച്ചിട്ട് പ്രതിഷേധിക്കുകയാണ്. കാരണം പാചകവാതക സിലിണ്ടറിന് ഒറ്റയടിക്ക് കൂട്ടിയത് 1000 രൂപയോളമാണ്. അങ്ങനെ നിരവധി ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ഇന്ധന വിലയിൽ ഉണ്ടാകുന്ന വർധനവ്, ഇതെല്ലാം ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ബാധിക്കുന്നത് നമ്മുടെ ഡെയിലി ഓരോ ദിവസത്തെ നമ്മളുടെ ദൈനംദിന ചെലവുകളെ വലിയ തോതിൽ മാറ്റിമറിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആളുകളുടെ, ജോലിക്കാരായിട്ടുള്ള ആളുകളുടെ, സാധാരണക്കാരുടെ ആളുകൾ ഒരു ബഡ്ജറ്റ് ഒക്കെ ക്രമീകരിച്ചായിരിക്കും പോവുക. അവരെ ഒരു മാസം കിട്ടുന്ന തുകയിൽ നിന്ന് ഇത്ര രൂപ കുടുംബ ചെലവുകൾക്ക് ചെലവഴിക്കണം, അതിനുശേഷം കിട്ടുന്ന തുക മാറ്റി വെച്ചിട്ട് സ്വർണം വാങ്ങണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആളുകളുടെ ചിന്തയുണ്ട്. അതിനെ മൊത്തം ഡെയിലി ബഡ്ജറ്റിനെ മൊത്തം തകിടം മറിക്കുന്ന തരത്തിലാണ് ഇപ്പൊ ഈ ഓരോ ദിവസത്തെ ചേഞ്ചുകൾ, അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഈ മാറ്റങ്ങൾ കൊണ്ടെത്തിക്കുന്നത്. അത് സ്വർണ്ണ വിപണിയെ ബാധിക്കുന്നുണ്ട്. ഇപ്പൊ ഇതിനൊക്കെ ഒരു പൂർണ്ണമായ ഒരു ആളുകൾക്ക് കൃത്യമായി ബഡ്ജറ്റിലൂടെ തന്നെയൊക്കെ പോകണമെങ്കിൽ ലോകത്തിൽ മൊത്തത്തിൽ ഒരു സമാധാന അന്തരീക്ഷം നിലനിൽക്കണം. അത് എല്ലാ സ്ഥലങ്ങളിലേക്കും
അതിന്റെ മാറ്റങ്ങൾ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഒരു വില സ്ഥിരതയൊക്കെ ഉണ്ടായെങ്കിൽ മാത്രമേ പഴയ ഒരു നിലവാരത്തിലേക്കൊക്കെ ബിസിനസ് ചെന്നെത്തുകയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോ കേരളത്തിനെ സംബന്ധിച്ച് കേരളത്തിലൊരു വലിയ ഭരണമാറ്റത്തിന്റെ അലയൊലി ഉണ്ടായിരിക്കുകയാണ്. ഭരണമാറ്റം വരുന്നു. അത് എന്തെങ്കിലും തരത്തിൽ ജനങ്ങൾക്ക് ഗുണകരമായി തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് വില നിയന്ത്രിക്കുന്ന കാര്യത്തിലാണെങ്കിലും മുൻ സർക്കാർ അതിനൊക്കെ ഒരുപാട് പുറകിലേക്കായിരുന്നു. അതിൽ നിന്നൊക്കെ മാറ്റം വന്നുകൊണ്ട് ഇതിലൊരു പ്രോപ്പറായിട്ട് ഒരു മാനേജ്മെന്റ് സർക്കാർ തലത്തിൽ ഉണ്ടായാൽ എല്ലാ വ്യവസായങ്ങളാണെങ്കിലും അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലയാണെങ്കിലും എല്ലാത്തിനും ഉണർവുണ്ടാവും. അങ്ങനെ പൂർണ്ണമായ തോതിൽ ഇതെല്ലാം ഒരു മാറ്റം ഉണ്ടായെങ്കിൽ മാത്രമേ ആളുകൾക്ക് അവരുടെ ദൈനംദിന രീതികളിലും ഒരു ഉയർച്ച ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ ബിസിനസ് സ്വർണ്ണ മേഖല അടക്കമുള്ളതിന് ഒരു ഉണർവുണ്ടായി നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് പോവുകയുള്ളൂ. ഇപ്പോൾ സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞത്. അതുപോലെ സ്വർണം വിൽക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടല്ലോ. കാരണം അവരുടെ കയ്യിൽ സമ്പാദ്യം എന്ന നിലയിലൊക്കെ പണ്ട് കാലം മുതൽ സ്വരൂപിക്കുന്ന ഒരു സ്വർണം ഈ വില കൂടുന്ന സാഹചര്യത്തിൽ അത് മറിച്ച് വിറ്റ് പകരം സ്വർണമോ അല്ലെങ്കിൽ തുകയായോ കൊണ്ടുപോകുന്ന രീതിയാണ് ഇപ്പോൾ കാണുന്ന ട്രെൻഡ്. ആ ഒരു രീതി ഇപ്പോൾ ഉണ്ട്. കാരണം അവരും കാത്തിരിക്കുകയാണോ വലിയൊരു കുതിപ്പുണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയും? അതിന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സ്വർണം വിൽക്കാൻ വരുന്ന ആളുകളുടെ എണ്ണവും ക്രമാതീതമായി കുറഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കാണുന്നുണ്ട്. കാരണം മറ്റൊന്നല്ല, എല്ലാവരും ചിന്തിക്കുന്നത് പോലെ തന്നെ ഒരു മാറ്റം ഉണ്ടാവും, വില വീണ്ടും വർദ്ധിക്കും എന്നുള്ള ചിന്ത ആളുകളുടെ ഉള്ളിൽ നിഴലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ അത്ര അത്യാവശ്യമില്ലാത്ത ആളുകളൊക്കെ തന്നെ മാർക്കറ്റ് നോക്കിക്കൊണ്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഒരു യുദ്ധത്തിനൊരു ആർജി ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തും, അപ്പോൾ വീണ്ടും വില കുതിച്ചു കയറും എന്നുള്ള തരത്തിലൊരു ചിന്തയുള്ളത് കൊണ്ട് ആണ് ഇപ്പോ വിൽക്കാൻ വരുന്ന ആളുകളുടെ എണ്ണവും കുറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ നേരത്തെ ചെറുകിടക്കാരായിട്ടുള്ള ആളുകളായിരുന്നു കൂടുതലും സ്വർണം വിൽക്കാൻ വരുമ്പോൾ വാങ്ങുന്നത്. ഇപ്പോ വലിയ ജ്വല്ലറികളിൽ ബിസിനസ് ഇല്ലാതെ വളരെ കുറഞ്ഞപ്പോ അവരും സ്വർണം വാങ്ങും എന്നുള്ള തരത്തിലുള്ള പരസ്യങ്ങളുമായി രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ്. ആ വലിയ ബ്രാൻഡഡ് ജ്വല്ലറികൾ, വലിയ കുത്തക ജ്വല്ലറികളൊക്കെ തന്നെ അങ്ങനെ പരസ്യങ്ങളോടുകൂടി വരുമ്പോൾ ഇതെല്ലാം ഈ മേഖലയെ വീണ്ടും ചെറുകിടക്കാരെ കൂടുതൽ ദോഷകരമായി ബാധിക്കും. കാരണം ഇത്രയും നാളും അതുകൊണ്ടൊക്കെ പിടിച്ചു നിന്നിരുന്ന ചെറുകിടക്കാരായിട്ടുള്ള സാധാരണ ചെറിയ ജ്വല്ലറിക്കാരുടെ അവരുടെ ഒരു അന്നം മുട്ടുന്ന തരത്തിലേക്ക് ഈ വൻകിടക്കാരുടെ ഈ പ്രവർത്തികൾ കൊണ്ടുചെന്ന് എത്തിക്കാനുള്ളൊരു സാധ്യതയും മുന്നിലുണ്ട്. എന്നിരുന്നാലും ആളുകൾ ഇപ്പോ കൂടുതലായിട്ടുള്ള ആളുകൾ വെയിറ്റ് ചെയ്യുകയാണ്. അത്ര അത്യാവശ്യമില്ലെങ്കിൽ കുറച്ച് നാൾക്ക് കഴിഞ്ഞ് മുന്നോട്ട് പോയിട്ട് വില കൂടുന്ന അനുസരിച്ച് വിൽക്കാം എന്നുള്ളൊരു ചിന്തയും ആളുകളുടെ ഉള്ളിലുണ്ട്. നന്ദി ശ്രീ അരുൺ മാർക്കോസ് ഈ അവസരത്തിൽ പ്രതികരിച്ചല്ലോ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.